ഒരു ചെറുകഥ. സംഗമം. ഒരിക്കൽ കോതീപാലത്ത് കൂടി യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ ആ കാഴ്ച ശ്രദ്ധിച്ചത്. പരാതികളും പരിഭവങ്ങളും പങ്കുവെച്ച് ഒരു പുഴ കടലിലേക്ക് സംഗമിക്കുന്നു. അതുവഴി പലവട്ടം കടന്നുപോയിട്ടും താനിതുവരെ ശ്രദ്ധിക്കാതെ പോയ ആ കാഴ്ച ആ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ ആ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ എന്നറിയില്ല, അതിമനോഹരമായിരുന്നു. അസ്തമയ സൂര്യൻ്റെ ചുവപ്പിൽ കടലിലേക്ക് നേർത്ത് നേർത്ത് ഒഴുകി വരുന്ന കല്ലായിപ്പുഴയും കടലും തമ്മിലുള്ള സംഗമം. എവിടെ നിന്നോ തുടങ്ങി നീണ്ടു നിവർന്ന് തടിച്ചും മെലിഞ്ഞും കരയോടും കാറ്റിനോടും കളി പറഞ്ഞും ചിരിച്ചും ഒഴുകി ഒഴുകി വരുന്ന പുഴ. കണ്ണാടി പോലെ തിളങ്ങുന്ന പുഴയിൽ നമ്മുടെ മുഖം പ്രതിബിംബമാക്കി പുഴ നമ്മോട് കുശലം ചോദിക്കുന്ന പോലെ തോന്നും. രണ്ടു ഭാഗത്തും മുടി പിന്നിയ പോലെ കണ്ടൽക്കാടുകൾ അവളെ കൂടുതൽ സുന്ദരിയാക്കി. എന്നാൽ അതിൻ്റെ അഹംഭാവമൊന്നും കാണിക്കാതെ ശാന്ത സ്വഭാവക്കാരിയായ അവളുടെ മുഖം ചില സ്ഥലങ്ങളിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞ് പ്രതികരിക്കാൻ കഴിയാതെ അസഹനീയമായി കാണാം. നമ്മളിൽ ചിലർ അവളോട് കാണിക്കുന്ന ചില ക്രൂരതകൾ, നമ്മുടെ മാലിന്യങ്ങൾ അവളിലേക്ക് തട്ടി മാന്യന്മാരാകുന്നവർ. ചില നിമിഷങ്ങളിൽ അവൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒഴുക്കൊന്ന് നിർത്തി വറ്റി വരണ്ടാലോ എന്ന്. ഈ മാലിന്യങ്ങളെല്ലാം കൂടി ദുർഗന്ധം വമിക്കുമ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ വീണ്ടും തന്നെ ആശ്രയിക്കുന്ന, തന്നിൽ നിന്ന് സന്തോഷം കിട്ടുന്ന, മുഖമറിയാത്ത പേരറിയാത്ത ആർക്കോ വേണ്ടി അവൾ വീണ്ടും ഒഴുക്കു തുടരുന്നു. ഒടുക്കം പല അവസ്ഥകളിൽ കൂടി കടന്ന് തട്ടിയും തഴുകിയും തന്നെ കാത്ത് ഇരു കൈകളും നീട്ടി സ്നേഹത്തിൻ്റെ താളം കൊണ്ട് തലോടാൻ മാടി മാടി വിളിക്കുന്ന കടലിലേക്ക് അവൾ വീണ്ടും ആർത്തിയോടെ ചെന്നെത്തുന്ന ആ കാഴ്ചയിൽ മുഴുകി കുറച്ചു നേരം താൻ അങ്ങനെ നിന്നു. ആരായിരിക്കും അവൾക്ക് ആ കടൽ? താരാട്ടിൻ്റെ ഈണം പകർന്ന് കരുതലിൻ്റെ ചൂട് പകരാൻ വിളിക്കുന്ന അമ്മയായിരിക്കുമോ? സന്ധ്യയുടെ ചമയങ്ങളെ സാക്ഷി നിർത്തി രാത്രിയുടെ ഏകാന്തയാമങ്ങളിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആരായിരിക്കും? ഞാൻ തിരിച്ചറിഞ്ഞ പോലെ നീലിനേക്കാൾ തന്നോട് ചേർന്ന് നിന്ന് തനിക്ക് തണൽ വിരിച്ച് തൻ്റെ കൈ പിടിച്ച് ഏത് പ്രതിസന്ധിയിലും തന്നോടൊപ്പം നടക്കാൻ അവനേ ഉണ്ടാകൂ എന്ന സത്യം അവളും മനസ്സിലാക്കി കാണുമോ? അതുപോലെ ഒരാളാകുമോ അവൾക്ക് ആ കടൽ? പ്രണയ സാഫല്യത്തിൻ്റെ ഈണമായിരിക്കുമോ ആ കാറ്റിന്? അവരുടെ സംഗമത്തിൽ അസൂയയുടെ നോട്ടം പടർത്തിയ തീരം മന്ത്രിക്കുന്നത് ഇതായിരിക്കുമോ? വർണ്ണാതീതമാം സംഗമത്തിൽ രാത്രി ചാലിക്കുന്ന കരിമഷിയിൽ ഒളിക്കണ്ണിട്ടു നോക്കും ചന്ദ്രനെ പോൽ ഞാനും കൊതിച്ചുപോയി അതിലലിഞ്ഞു ചേരാൻ. രചന അവതരണം സക്കീന ഷിഹാബ്, ക്യാമറ ഷിഹാബ് കല്ലായി, എഡിറ്റിംഗ് ആയിഷ സൻഹ. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.